നമസ്കാരം. എറണാകുളം ചേരാനെല്ലൂർ എടയ്ക്കുന്നം സ്നേഹം വെൽഫെയർ ഫണ്ടിൻ്റെ നേതൃത്വത്തിൽ നടന്ന സ്നേഹം മതസൗഹാർദ്ദ കാർണിവൽ റാലി ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ചൈതന്യ ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കയർ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മ ഒരുക്കിയ സ്നേഹം വെൽഫെയർ ഫണ്ടിൻ്റെ കാർണിവൽ റാലി 2026 ചേരാനെല്ലൂർ കച്ചേരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച കാർണിവൽ റാലി ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ചൈതന്യ ഫ്ലാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി വാര്യത്ത് അധ്യക്ഷത വഹിച്ചു. ശിങ്കാരിമേളം, പരിചമുട്ടുകളി, നാസിക് ഡോൾ, ബാൻഡ്, ബൊമ്മക്കുത്ത്, കാവടി, പുലികളി, ആനുകാലിക പ്രസക്തിയുള്ള ഫ്ലോട്ടുകൾ, പ്രച്ഛന്നവേഷങ്ങൾ തുടങ്ങി വർണ്ണാഭമായ റാലിയോടെ നാടിൻ്റെ ആഘോഷമായി മാറി. കാർണിവൽ റാലി കാണാൻ റോഡിനിരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ ജനസാന്നിധ്യമായിരുന്നു. ചേരനും മക്കൾക്കും മീൻ പിടിക്കാനിന്ന് പുഴയൊന്നുമില്ലേ ഇന്ന് പുഴയൊന്നുമില്ലേ. പുളിയിട്ട് വെക്കണ ചേരന്റെ മീൻ ചേരനും മക്കൾക്കും മീൻ പിടിക്കാൻ.
തുടർന്ന് ഇടയക്കുന്നം സ്നേഹം വെൽഫെയർ അങ്കണത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. 8 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ നടത്തിയ സ്നേഹം വെൽഫെയറിൻ്റെ മതസൗഹാർദ്ദ എല്ലാ മതസംഘടനകൾക്കും ഓഫീസുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓഫീസുകളുണ്ട്. സ്നേഹത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് ഒരു പൊതു ഇടമാണ് നമ്മൾക്ക് വേണ്ടതെന്നും അത് സ്നേഹം വെൽഫെയർ ഫണ്ട് എന്ന സംഘടനയിലൂടെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി രാജീവ് പറഞ്ഞു. നമുക്ക് പൊതു ഇടങ്ങൾ ശക്തിപ്പെടുത്തുക പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ജാതി സംഘടനകൾക്കും അവരവരുടേതായ ഇടങ്ങളുണ്ട്, ഓഫീസുകളുണ്ടാവും. എല്ലാ മതങ്ങൾക്കും അവരവരുടേതായ ഓഫീസുകളുണ്ടാവും. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടേതായ ഓഫീസുകളുണ്ടാവും. എന്നാൽ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവർക്കും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഒന്നിച്ചിരിക്കുന്ന ഇടങ്ങൾ നമ്മുടെ നാട്ടിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഇടം ശക്തിപ്പെടുത്തലാണ് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യം. അതിന് ഈ കൂട്ടായ്മ സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനിയുമേറെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ച് എല്ലാവരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹം വെൽഫെയർ ഫണ്ടിന്റെ പ്രസിഡന്റ് വി.പി. ജോർജ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ ചേരാനല്ലൂരിൻ്റെ ഒരു വലിയൊരു ആഘോഷമാണ്. ചേരാനല്ലൂർ പഞ്ചായത്തിൽ ഇതേപോലെ ഒരു ആഘോഷം നടന്നിട്ടില്ല. ഈ സംഘടനയിൽ ജാതി ഭേദമൊന്നുമില്ല, ചെറുപ്പ വലിപ്പമില്ല, ഞാൻ വലിയനാണ് മറ്റേ ചെറുതാണ് എന്നുള്ളതൊന്നും അങ്ങനെയുള്ള ഒരു ബന്ധമില്ല. ഇതിനകത്ത് എല്ലാവരും ഒരേപോലെ ഒരേ കൈ കോർത്ത് പോകുന്ന ഒരു സംഘടനയാണ് ഈ സ്നേഹം വെൽഫെയർ ഫണ്ട്. പ്രജന്നവേഷ മത്സര വിജയികൾക്ക് ശ്രീ ടി.ജെ. വിനോദ് എം.എൽ.എ. ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി സമ്മാനദാനം നിർവഹിച്ചു. തീർച്ചയായും ഒരു സാംസ്കാരിക കൂട്ടായ്മ നാടിൻ്റെ ഉത്സവമാണ്. ആ ഉത്സവം എന്ന് പറഞ്ഞാൽ അവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി, വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ അത്തരം പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന രീതിയിൽ, നമ്മുടെ പഴയകാല സ്മരണകൾ അയവിറക്കാൻ കഴിയുന്ന രീതിയിൽ സ്നേഹം വെൽഫെയർ ഫണ്ടിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സാംസ്കാരിക ഘോഷയാത്രയും അതിനോടനുബന്ധിച്ചുള്ള കാർണിവൽ റാലിയും എല്ലാം സംഘടിപ്പിച്ചു എന്നുള്ളത് അവരുടെ സംഘാടകരെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമ്മി ഫ്രാൻസിസ് നാടിൻ്റെ ഒരു പ്രോഗ്രാമായി എടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. അത്തരത്തിലുള്ള ആ ഒരു പ്രോഗ്രാമായി മുന്നോട്ട് പോകുമ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് അത് കൈകോർത്തുകൊണ്ട് നാടിൻ്റെ ഒരു പ്രോഗ്രാമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് ആശയ വിനിമയത്തിലൂടെയും ഒരു കൂട്ടായ്മയിലൂടെയും ഒക്കെ മുന്നോട്ട് പോകാം എന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി ഫ്രാൻസിസ്, ഇത് പഞ്ചായത്തിൻ്റെ ഒരു ഉത്സവമാക്കി ഒരു കാർണിവൽ റാലിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പരിശ്രമം തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഐക്യം വിളിച്ചോതുന്ന ഒരു വിളംബര ജാഥയായിട്ടാണ് നമ്മുടെ കാർണിവൽ റാലി സമാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിഭാഗത്തിലും എല്ലാ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ജനങ്ങളുടെ അംഗീകാരം ഈ റാലിക്ക് ഉണ്ടായതിൻ്റെ തെളിവാണ് ഇന്ന് അത്രയേറെ ജനങ്ങൾ ആവേശത്തോടു കൂടി ഈ റാലിയെ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഞ്ചായത്ത് അംഗം റോസ്മേരി, 15 വർഷം അവർ തുടർച്ചയായിട്ട് ഈ ഒരു റാലി സംഘടിപ്പിച്ചു. ബാക്കി ഇപ്പോൾ ഈ 2026 എത്തി നിൽക്കുമ്പോഴും ഈ ഒരു സ്നേഹം വെൽഫെയർ ഫണ്ടിനെ ഇത്ര ഐക്യത്തോടെ കൊണ്ടുപോകാൻ സാധിച്ച ഓരോരുത്തരുടെയും മനസ്സിലെ സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചേരാനെല്ലൂർ സെന്റ് ജെയിംസ് ചർച്ച് വികാരി ഫാദർ ജോൺ ക്യാപ്പിസ്റ്റൻ ലോപ്പസ്, നമ്മളുണ്ടല്ലോ, നമ്മൾ ദൈവസ്നേഹം അറിഞ്ഞ ആൾക്കാരാണ്, ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ മുകളിലേക്ക് അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് ഇങ്ങനെ താമസിക്കുന്നത്. ഈ താഴെയുള്ള മനുഷ്യരുണ്ടല്ലോ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവരിങ്ങനെ തമ്മി തല്ലുന്നതെന്ന്. സത്യത്തിൽ നോക്കേണ്ടത് ഇങ്ങനെയാണ്, നമ്മൾ കുറേയും കൂടി ഉയരത്തിലേക്ക് വരേണ്ട മനുഷ്യരാണ്. കുറേയും കൂടി ഉയരത്തിലേക്ക് വരുമ്പോഴാണ് മനുഷ്യരാവുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് നമുക്ക് നൽകിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ളതാണ്.
ചേരാനെല്ലൂർ ജുമാ മസ്ജിദ് പ്രസിഡന്റ് VS സെയ്ദ് മുഹമ്മദ്. ചേരാനെല്ലൂരിന് പുതിയ ജനകീയ ഭരണസമിതി പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അവർക്ക് പരിഗണിക്കാവുന്ന ഒരു വിഷയം, എന്തുകൊണ്ട് ഇത് ചേരാനെല്ലൂരിൻ്റെ ഒരു പൊതു കാർണിവലായി നടത്തുന്നതിനാവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ പഞ്ചായത്ത് മുൻകൈയെടുത്ത് നൽകിക്കൂടാ എന്നതാണ്. VS മധു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ VD ജോർജ്, സെക്രട്ടറി PJ ജോൺസൺ, സ്നേഹം വെൽഫെയർ ജനറൽ സെക്രട്ടറി MJ ജോസഫ്, ട്രഷറർ PG ഷാജി, MA റസാഖ്, ജോളി എംബ്ലാശ്ശേരി, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ കാർണിവൽ റാലിക്ക് നേതൃത്വം നൽകി. ചേരാനെല്ലൂരിന്റെ സാംസ്കാരിക തലസ്ഥാനമായി മാറി. നമുക്കറിയാം 2008 ഒരു മരണഫണ്ടുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയാണ് സ്നേഹം വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്ന നമ്മുടെ സംഘടന. ഇന്നിപ്പോൾ വളരെ അഭിമാനത്തോട് പറയാൻ കഴിയും, ഒട്ടേറെ ക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജാതിമത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കുടക്കീഴിൽ നിന്നുള്ള പ്രവർത്തിച്ചുകൊണ്ട് 200 മെമ്പർഷിപ്പും പ്ലസ് അതിൻ്റെ കുടുംബാംഗങ്ങളുമുള്ള ഈ പ്രദേശത്തടക്കം പഞ്ചായത്തിലടക്കം അഭിമാനിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ സംഘടനയായി ഈ സംഘടന വളർന്നിരിക്കുകയാണ്. ഇടയക്കുന്നം ജയകേരള ആർട്സ് ക്ലബിന്റെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളോടെ തുടങ്ങി ഇടയക്കുന്നം ഈസ്റ്റ് റെസിഡന്റ് അസോസിയേഷൻ തണൽ റെസിഡന്റ് അസോസിയേഷൻ സംഘടനകളുടെ ആഘോഷങ്ങൾ പിന്നിട്ട് സ്നേഹം വെൽഫെയർ ഫണ്ടിന്റെ ഉജ്ജ്വലമായ കാർണിവൽ റാലിയോടെ പുതുവത്സരാഘോഷങ്ങൾക്ക് ഇടയക്കുന്നത്ത് കലാസന്ധ്യയോടെ പരിസമാപ്തിയായി. നമ്മളുടെ അന്ന് കൂടിയ കമ്മിറ്റി അംഗങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സഹകരണം, പ്രത്യേകിച്ച് നമ്മളുടെ പ്രസിഡൻ്റ് ഒരു ആവേശമാണ് ഇന്ന് ഈ വേദിയിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക്, വിജയത്തിലേക്ക് കാർണിവൽ റാലി എത്തിച്ചത്.